എഡ്ജു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ 2026 UGC നെറ്റ് എക്സാം കഴിഞ്ഞു. അതിൻ്റെ ഉത്തരസൂചിക ഇന്ന് വന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ചില സബ്ജക്റ്റുകളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ സബ്ജക്റ്റുകളുടെ ഉത്തരസൂചികയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി കംപ്ലയിൻറ്റ്സ് വന്നു. അതുപോലെ തന്നെ പേപ്പറിലും ഒത്തിരി ഇററുകളൊക്കെ വന്നു. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ 3 വിഷയങ്ങൾ, അതായത് ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ 3 വിഷയങ്ങളുടെ എക്സാം വീണ്ടും നടത്താനായിട്ട് UGC തീരുമാനിച്ചു. ഈ 3 പേപ്പറിൽ ഒത്തിരി ടൈപ്പോഗ്രഫിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഇറേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈറ്റിൽ ഇറേഴ്സും അങ്ങനെ പല മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഗ്രാമറ്റിക്കൽ ഇററും ഒക്കെ വന്നിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്ന NTA. അതുപോലെ തന്നെ മുമ്പ് നടത്തിയ എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ 3 പേപ്പറുകൾ വീണ്ടും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു സ്റ്റാൻഡേർഡ്, അതായത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രൈറ്റീരിയകൾ ഇവിടെ നടന്നില്ല. അതായത് സ്റ്റാൻഡേർഡിലോട്ട് ഈ ഒരു 3 വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു നിലവാരത്തിലോട്ട് വന്നില്ല. സോ അതുകൊണ്ട് NTA വീണ്ടും പരീക്ഷ നടത്തുകയാണ്. ഇംഗ്ലീഷിൻ്റെ എക്സാം 2026 സെപ്റ്റംബർ 1-ാം തീയതി ഷിഫ്റ്റ് 1-ലാണ്, അതായത് 9 മണി തൊട്ട് 12 മണി വരെയുള്ള സെഷനിലാണ് നടത്തുന്നത്. കൊമേഴ്സ് അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ്, അതായത് ഷിഫ്റ്റ് 2 9th സെപ്റ്റംബർ 2026 ഷിഫ്റ്റ് 2-ൽ 3 മണി തൊട്ട് 6 മണി വരെയും. സോഷ്യോളജി സെപ്റ്റംബർ 10-ാം തീയതി, അത് മോർണിംഗ് ഷിഫ്റ്റിലുമായിട്ടാണ് നടത്തുന്നത്. സോ ഈ സബ്ജക്റ്റ് എഴുതിയ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൻ്റെ എക്സാം എഴുതിയ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് റീ എക്സാം നടത്തും. 9ഉം 10ഉമായിട്ടാണ് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി ഇതിൻ്റെ സിറ്റി, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എന്നീ കാര്യങ്ങളൊക്കെ പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് യാതൊരുവിധ എക്സാമിനേഷൻ ഫീയും കുട്ടികളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി NTA എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 വിഷയങ്ങളുടെ എക്സാം റീകണ്ടക്ട് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും റിസൾട്ട് വൈകില്ല എന്ന് NTA പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ നോട്ടീസിൽ. അതുപോലെ തന്നെ 6% വിജയശതമാനം അസിസ്റ്റൻറ്റ് പ്രൊഫസറിനുള്ള എലിജിബിലിറ്റിയിൽ 6% ഇതിനോട് ഈക്വൽ ആയിരിക്കും എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നടത്തിയ എക്സാമിലാണോ റീടെസ്റ്റിലാണോ ഏതിലാണോ ഹയർ എന്നാലും 6% ഈക്വൽ ആയിട്ടുള്ളവരെ നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അതായത് 6% ആയിരിക്കും വിജയശതമാനം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ എലിജിബിലിറ്റി, അതായത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിനും അഡ്മിഷൻ ടു PhD JRF ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സീറ്റിംഗ്, അതായത് ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിമെയിൻ ചെയ്യും എന്നാണ്. അതായത് ഓരോ സബ്ജക്റ്റിനും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ നമ്പറിൽ യാതൊരുവിധ മാറ്റങ്ങളും വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് എത്ര പേർക്ക് ഇങ്ങനെ JRF കിട്ടും, എത്ര പേർക്ക് നെറ്റ് കിട്ടും, എത്ര പേർക്ക് PhD കിട്ടും എന്നുള്ളതിന് യാതൊരുവിധ മാറ്റങ്ങളും വരില്ല. അതായത് അതിൻ്റെ അകത്ത് യാതൊരുവിധ മാറ്റം വരുത്തില്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തന്നെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, NTA ഒരു ഫെയർ ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും ട്രാൻസ്പെറൻറ്റും ആയിട്ടുള്ള ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ടാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റിനോട് റെഗുലറായിട്ട് NTAയുടെ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യാനും പറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം NTAയിൽ നിന്ന് വരുന്ന ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് വെബ്സൈറ്റിലൂടെ ചെക്ക് ചെയ്ത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഇംഗ്ലീഷ്, സോഷ്യോളജി, കൊമേഴ്സ് എന്നീ വിഷയങ്ങളുടെ എക്സാം എഴുതിയ കുട്ടികളോടാണ് നമ്മുടെ മുമ്പിൽ ഇനി 1 മാസം പോലും ഇല്ല. നന്നായിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക. താങ്ക്